ഹായ്, വെൽക്കം ടു അവർ ഫസ്റ്റ് വ്ലോഗ്. ഒരുപാട് യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെ പോകുന്ന യാത്രകൾ ഫോട്ടോസും വീഡിയോസുമായിട്ട് എടുത്ത് സൂക്ഷിക്കാറുമുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു യാത്രകളും ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിരിക്കും ഈ ചാനലിലൂടെ നിങ്ങൾ കാണുന്നത്. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇപ്രാവശ്യത്തെ ഓണം ഞായറാഴ്ച ആയതുകൊണ്ടും നാട്ടിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടും ഞങ്ങൾ ഓണം ചെറുതായി ആഘോഷിച്ചുള്ളൂ. ആ സങ്കടം മാറ്റാൻ തിങ്കളാഴ്ച ലീവ് അങ്ങെടുത്തു. എപ്പോഴത്തെയും പോലെ ഒരു പ്ലാനില്ലാത്ത യാത്ര. പോകുന്ന വഴി ആലുവ ശരവണന് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ നിന്നാണ് തീരുമാനിച്ചത് ഫോർട്ട് കൊച്ചിക്ക് വിടാമെന്ന്. ഇതാണ് കണ്ടെയ്നർ റോഡ്. മറൈൻ ഡ്രൈവ്, ഫോർട്ട് കൊച്ചിയൊക്കെ പോകാൻ ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളൊരു വഴി ഇതാണ് കണ്ടെയ്നർ റോഡ് ഭാഗത്തുള്ള ടോള്. ഈ ടോൾ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അധികം വണ്ടിയും തിരക്കും ഒന്നും ഈ ഭാഗത്ത് കാണാറില്ല. നല്ല റോഡും രണ്ട് സൈഡ് നല്ല അടിപൊളി വ്യൂസുമാണ് ഈ റോഡിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഈ റൂട്ട് ചുമ്മാ പോയി വരാറുണ്ട്. ഇതിപ്പോൾ കുറച്ച് വൈകി, 7:30 കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടും വെയിലും ഒക്കെയുണ്ട്. സാധാരണ ഞങ്ങൾ യാത്ര പോകുമ്പോൾ കുറച്ചും കൂടെ നേരത്തെ, അതായത് ഒരു 6 മണിക്ക് മുന്നെയെങ്കിലും ഇറങ്ങാൻ ശ്രമിക്കാറുണ്ട്. ഇതിപ്പോൾ ജിമ്മ് കഴിഞ്ഞാൽ തീരുമാനിച്ചത് എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. അതുകൊണ്ട് കുറച്ച് വൈകി. ചൂടുണ്ടെങ്കിലും കാറ്റ് അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ അധികം ചൂട് അറിയുന്നില്ല. ഇത് കണ്ടെയ്നർ റോഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വൈപ്പിൻ പോകുന്ന ഭാഗമാണ്. ഇവിടെ എത്തിയപ്പോഴാണ് തീരുമാനിച്ചത് വല്ലാർപാടം പള്ളിയിലും കൂടെ കയറിയിട്ട് പോകാമെന്ന്. ഒരു തവണ വന്നിട്ട് മഴ കാരണം തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. നല്ല അതിമനോഹര വ്യൂ ആണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഒരു 2-3 ബ്രിഡ്ജസ് ഉണ്ട് ഈ ഭാഗത്ത്. ഈ വീഡിയോസിൽ പല ഭാഗത്തും എൻ്റെ ഇച്ഛാൻ്റെ എഡിറ്റിംഗ് കലാവിരുദ്ധകൾ കാണാൻ പറ്റും. എഡിറ്റ് ചെയ്ത് പഠിച്ചതാണേ. ഇന്ന് പൊതുവേ റോഡിൽ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടാവും. പോകെ പോകെ നമുക്ക് കറക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോസിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാകും. പതിയെ അത് ശരിയാക്കാം. അങ്ങനെ ഈ ബ്രിഡ്ജ് ഇറങ്ങി നിൽക്കുന്ന ഭാഗത്ത് നിന്നാണ് നമുക്ക് തിരിഞ്ഞ് വല്ലാർപാടം പള്ളിയിലേക്ക് പോകേണ്ടത്. ഇവിടെയാണ് പള്ളിയുടെ മെയിൻ എൻട്രൻസ് വരുന്നത്. പള്ളിപ്പെരുന്നാൾ അടുപ്പിച്ചുള്ള ടൈമിലാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. പള്ളിയിൽ പോകാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. എന്തെങ്കിലും വിഷമമോ സന്തോഷമോ എന്ത് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ ഓടിയെത്തത് കൊരട്ടിപ്പള്ളിയിൽ തന്നെയാണ്. മാതാവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ എന്തോ വല്ലാത്തൊരു സമാധാനമാണ്. അതേ ഫീല് തന്നെയാണ് ഞങ്ങൾക്ക് ഈ പള്ളിയിൽ പോയപ്പോഴും കിട്ടിയത്. ഞങ്ങൾ പോയ സമയം അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് അവർ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ട് ഇവിടെ കാണാൻ. കേട്ടുള്ള അറിവാണ് ഇവിടുത്തെ മെയിൻ നേർച്ചയാണ് മുറ്റമടിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ പള്ളിയുടെ ചരിത്രവും ഐതിഹ്യങ്ങളും എല്ലാം പല ഭാഗങ്ങളിലായി എഴുതി സൂക്ഷിച്ചിട്ടുമുണ്ട്. ഇത് അവിടെയുള്ള ചെറിയൊരു കിളിക്കൂടാണ്. 1-2 കിളിക്കൂട് ഇങ്ങനെയുണ്ട്. നല്ല രസമാണ് ഇവരുടെ സംസാരവും സൗണ്ടും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് പള്ളിക്കകത്ത് കയറി കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞങ്ങളുടെ യാത്രകളൊന്നും പ്ലാൻഡ് അല്ലെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് തീരുമാനിച്ചത് എന്നാൽ ജങ്കാറിൽ തന്നെ ഫോർട്ട് കൊച്ചിക്ക് വിടാമെന്ന്. അതാകുമ്പോൾ കുറച്ചധികം ദൂരം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ജങ്കാറിൽ കയറി വൈപ്പിൽ നിന്ന് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക്. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ്സ് മാത്രമേ നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് സെമിത്തേരി റോഡ് എന്ന് പറയുന്നൊരു ഭാഗത്തോട്ടാണ്. ഈ സൈഡ് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അവിടെ ഭയങ്കര റിലാക്സ്ഡ് ആണ്. എല്ലാവരും വരുന്നൊരു സൈഡുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സൈഡ് ഭയങ്കര റിലാക്സ്ഡ് ആണ്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു കാറ്റുണ്ടായിരുന്നു. നോർമലി ഞങ്ങൾ പോയിട്ട് എങ്ങും ഇങ്ങനെ ഇരിക്കാറില്ല. കൂടുതലും ട്രാവലിംഗ് ആയിരിക്കും. ഇങ്ങനെ സമാധാനത്തിലിരിക്കൽ ഭയങ്കര കുറവാണ്. പക്ഷെ അവിടെ എന്തോ നല്ല സമാധാനത്തിലിരിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമായിരുന്നു. ആ ചേട്ടൻ അവിടെ വലയിടുകയാണ്. നല്ല ഉള്ളിലേക്ക് ഇറങ്ങി പോയിട്ടായിരുന്നത്. ഞാൻ സൂം ചെയ്തെടുത്തത് കൊണ്ടാണ് ആ ഒരു ദൂരം മനസ്സിലാവാത്തത്. അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരുന്നു. നിറയെ പ്രാവുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കപ്പൽ പിന്നെ ഞങ്ങൾ കണ്ടില്ല. അതെങ്ങോട്ട് പോയി ഞങ്ങൾ കുറേ നോക്കി. ആ ഒരു സ്ഥാനത്ത് വേറൊരു കപ്പൽ വരികയും ചെയ്തു. ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എൻ്റെ ഇച്ഛനെ എഡിറ്റ് ചെയ്ത് പഠിച്ചതാ. പിന്നെ അവിടെ ഒരു മിറർ കണ്ടപ്പോൾ അപ്പം മിറർ സെൽഫി എടുക്കണം. എവിടെ മിറർ കണ്ടാലും മിറർ സെൽഫി അത് മസ്റ്റാണ്. ഷോപ്പിങ്ങിന് പോയുള്ള എനിക്ക് കിട്ടുന്നൊരു ഗുണമാണ് ഇത്. മിററിൻ്റെ പിന്നാലെ പൊക്കോളും. എനിക്കാണെങ്കിൽ ധാരാളം ഷോപ്പ് ചെയ്യാനുള്ള ടൈമും കിട്ടും. അങ്ങനെ എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇത്. വരുന്ന വഴിക്ക് കാക്ക പണി പറ്റിച്ചു. അതാണ് ഈ തുടച്ചുകൊണ്ടിരിക്കുന്നത്.
ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മറൈൻ ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചാനൊരു ഫോൺ പൗച്ച് മേടിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ കണ്ടെയ്നർ റോഡ് എടുത്ത് തന്നെ ഞങ്ങൾ വന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ തിരിഞ്ഞ് വേറൊരു ബൈ റൂട്ട് പിടിച്ചു. അതായത് കൂടുതലും ഞങ്ങൾക്ക് ഈ മെയിൻ റോഡിനേക്കാൾ കുറച്ചുകൂടെ ഉൾവഴികൾ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. പുതിയ വഴികളൊക്കെ കണ്ടുപിടിച്ച് പോവുക. അങ്ങനെ പുതിയ വഴി കണ്ടുപിടിച്ച് ഞങ്ങൾ പോയി. പോകുന്ന വഴി പെട്രോളും അടിച്ച് കൊരട്ടി എത്തി, 2 ബിരിയാണിയും വാങ്ങിച്ച് ഒരു 1:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്, കീപ് വാച്ചിങ്.